ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും KL39ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലാണ്. കർണാടകയിലെ കബനി ജംഗിൾ സഫാരിയിലാണ്. ഈ പ്രാവശ്യം നമ്മൾ മോർണിംഗ് സഫാരിയാണ് എടുത്തിരിക്കുന്നത്. വീണ്ടും ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ബസ്സാണ്. കർണാടകയിൽ 2 ടൈപ്പ് ബസ്സുണ്ട്. ഓർഡിനറി ബസ്സും ഉണ്ട്, സ്പെഷ്യൽ ബസ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ബസ്സിൽ ആദ്യമായിട്ട് നമ്മുടെ ജംഗിൾ സഫാരിക്ക് പോവുകയാണ്. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യത്തെ സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് ഒരു കരടിയാണ്. എന്തായാലും ഒരു ലോങ് വിഷനിലാണ് കിട്ടിയത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഷഹനാസാണ് ആദ്യമായിട്ട് സ്പോട്ട് ചെയ്ത ആളെ. മഞ്ഞിലും അതുപോലെ തന്നെ മരങ്ങൾക്കിടയിലൂടെ വരുന്ന ഒരു മനോഹരമായൊരു മൂമെൻറ്റ്സാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ ഡ്രൈവറേട്ടൻ പറഞ്ഞായിരുന്നു, എന്തായാലും നമ്മുടെ വണ്ടിക്കും നമ്മൾ പോകുന്ന റൂട്ടിനും ക്രോസ് പോകുന്നു. അപ്പോൾ നല്ല വെയിറ്റിങ്ങിലാണ്. കാഴ്ചയിൽ ഒരു വലിയ ജീവിയാണ് കരടിയെങ്കിലും അതിവേഗത്തിൽ ഓടാനും നീന്താനും വളരെ വേഗത്തിൽ തന്നെ മരത്തിൽ കയറാൻ കഴിയുന്ന ഒരു ജീവിയും കൂടിയാണ് നമ്മുടെ കരടി. ഇവയുടെ ഭക്ഷണരീതി മനുഷ്യൻ്റെ ഭക്ഷണ രീതിയായിട്ട് സമാനതകളുണ്ട്. മത്സ്യം, മാംസം, മുട്ട, പഴവർഗ്ഗങ്ങൾ, ഇലകൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ അങ്ങനെയുള്ള എല്ലാ ഭക്ഷണവും കഴിക്കുന്ന ഒരു മിശ്രഭോജിയും കൂടിയാണ് കരടികൾ. ഇണചേരുന്ന സമയത്തും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ പരിപാലിക്കുന്ന സമയത്താണ് കൂടുതലും കരടികൾ ഫാമിലിയായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഉള്ളൂ. അല്ലാത്ത പക്ഷം പൊതുവെ സിംഗിൾ ലൈഫാണ് ഇവർക്ക് ഇഷ്ടം. എന്തായാലും നമ്മുടെ കരടികളുടെ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. അടുത്ത സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് കഴുകന്മാരുടെയാണ്. എന്തായാലും മനുഷ്യരാശിയെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്ന ഒരു ജീവിയും കൂടിയാണ് കഴുകൻ. പൊതുവെ കഴുകൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്. കാരണം പഴകിയതും ശവശരീരങ്ങൾ കഴിക്കുന്ന ഒരു ജീവിയും കൂടി ആയതുകൊണ്ടാണ് ഇതിന് എല്ലാവർക്കും പൊതുവെ പേടി. എന്നാൽ മനുഷ്യരാശിയെ പകർച്ചവ്യാധികളിൽ നിന്നും സംരക്ഷിക്കാൻ കഴുകൻ വഹിക്കുന്ന ഒരു പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് കാട്ടിയുടെയാണ്. പൊതുവെ എല്ലാവരും ഇതിനെ കാട്ടുപോത്ത് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ പശു വിഭാഗത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് നമ്മുടെ കാട്ടി. മെയിൽ കാട്ടികൾക്ക് ഫീമെയിൽ കാട്ടിയെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഓവർ സൈസ്ഡ് ആയിരിക്കും. 10 മാസമാണ് ഇവയുടെ ഒരു ഗർഭകാലടയും പറയുന്നത്. ഒരു പ്രസവത്തിൽ സാധാരണഗതിയിൽ ഒരു കുട്ടിയാണ് ഉണ്ടാവാറുള്ളത്. പ്രസവശേഷമുള്ള കാട്ടികളുടെ കുഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ഒരു പശുക്കിടാവിനെ പോലെ ഇരിക്കും. ഇളം കാവി നിറമായിരിക്കും അവർക്കുണ്ടാകുന്നത്. പൂർണ്ണ വളർച്ചയെത്തുമ്പോഴാണ് അവർ അമ്മയുടെയും അല്ലെങ്കിൽ അച്ഛൻ്റെയൊക്കെ ഒരു കളറിലേക്ക് ചേഞ്ച് ആയി വരുന്നത്. അല്ലാത്ത പക്ഷം ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു പശുക്കിടാവിനെ പോലെയാണ് കാട്ടിയുടെ കുഞ്ഞുങ്ങളിരിക്കുന്നത്. കാട്ടിലിവയുടെ പ്രധാന ശത്രു എന്ന് പറയുന്നത് കടുവയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കാട്ടിനെ ആക്രമിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ എല്ലാ നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ട് അയയ്ക്കുക.
എന്തായാലും ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസാണ് നമ്മുടെ കബനി. കബനി ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല എന്നാണ് പറയാറുള്ളത്. കാരണം കബനിയിൽ എങ്ങനെ പോയാലും സൈറ്റിംഗ് കിട്ടാറുണ്ട്. പിന്നെ ആനിമൽസിനെ കിട്ടുന്നത് ഒരു ഭാഗ്യം കൂടിയാണ്. എന്തായാലും നമുക്ക് യാത്ര തുടരാം. നമുക്ക് അടുത്തതായിട്ട് സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് ക്രസ്റ്റഡ് ഹോക്ക് ഈഗിളിനെയാണ്. അതായത് മലയാളത്തിൽ തന്നെ കിന്നരിപ്പരുന്തെന്നാണ് പറയുന്നത്. വലിയ മരങ്ങളിൽ ഒളിച്ചിരുന്നിട്ട് ഇരയെ കൃത്യമായിട്ട് വീശിയതിന് ശേഷം കാലുകൊണ്ട് വന്ന് റാഞ്ചിയെടുക്കുന്ന ഒരു പ്രകൃതക്കാരൻ തന്നെയാണ് ഇവരും. ഇവരുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ചെറിയ കിളികൾ, പാമ്പ്, തവള, അണ്ണാൻ അങ്ങനെയുള്ള ചെറിയ ജീവികളാണ് ഇവരുടെ ഇഷ്ടഭക്ഷണം. നമ്മുടെ കൂടെ ട്രിപ്പിലുണ്ടായിരുന്ന നമ്മുടെ സനൂപേട്ടനുണ്ട്, ഷഹനാസ് ഉണ്ട്, ഞാനുണ്ട്, കൂടെ നമ്മുടെ നിതിൻ ചേട്ടനുണ്ട്. മൊത്തം 4 പേരാണ് നമ്മൾ പോയത്. മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാഴ്ചയായിരുന്നു ഇപ്പോൾ ആ ഒരു മ്ലാവിൻ്റെ കുട്ടിയുടെ ഒരു കാഴ്ച കണ്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയോട് പുല്ല് മേഞ്ഞ് നടക്കുമ്പോഴും നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ നമ്മുടെ കുട്ടികൾ കളിക്കുന്ന പോലെ തന്നെ ഓടി കളിക്കാനും അതുപോലെ തന്നെ അവിടെ ഓടി കിടന്ന് എന്തൊക്കെയോ ഒക്കെ കാട്ടിക്കൂട്ടുണ്ട്. എന്തായാലും മനോഹരമായിട്ടൊരു കാഴ്ചയായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ കബനിയിൽ വന്നപ്പോൾ നമുക്ക് ഇതുപോലുള്ള മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കിട്ടിയായിരുന്നു. നിങ്ങളും ഫാമിലി ആയിട്ട് വരാൻ ശ്രമിക്കുക. കാരണം കുട്ടികളാണെങ്കിലും മുതിർന്നവരൊക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്കിവിടെ. എന്തായാലും നിങ്ങളും മാക്സിമം വരാൻ ശ്രമിക്കുക. നമ്മളെന്തായാലും വഴിയുടെ 2 സൈഡൊക്കെ നന്നായിട്ട് നോക്കിയാണ് പോകുന്നത്. കാരണം വെച്ചാൽ ഇവിടെ ആനപ്പിണ്ടൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ തൊട്ട് മുന്നേ പോയ ആൾക്കാർ പറഞ്ഞായിരുന്നു ഇവിടെ ആനയുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കി തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് ആനയുടെ ഒരു സൈറ്റിംഗ് കിട്ടിയായിരുന്നു. ഒരു വലിയൊരു ഫീമെയിലായിട്ടുള്ള ഒരു ആനയാണ്, കൂടെ ഒരു കുട്ടിയുമുണ്ട്. എന്തായാലും നമ്മുടെ മരങ്ങൾക്കും ചെടികൾക്കൊക്കെ ഇടയിലായതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലൊരു വിസിബിളായിട്ട് കാണാൻ സാധിച്ചില്ല. എന്തായാലും നമ്മൾ വെയിറ്റിങ്ങിലാണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുൽമേട്ടിലേക്ക് അത് വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് കിട്ടിയായിരുന്നു. ഈ ഒരു കൂട്ടത്തിൽ നമുക്ക് വലിയ കൊമ്പനാനകൾ കിട്ടിയില്ലായിരുന്നു. ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു അമ്മയും കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. എന്തായാലും നല്ല രീതിയിലുള്ള ഒരു വിഷ്വൽസ് നമുക്ക് എടുക്കാൻ സാധിച്ചു. എന്തായാലും കാഴ്ചകളിലേക്ക് പോകാൻ നമുക്ക്. തൻ്റെ കൂടെയുള്ള കുട്ടികളെ എത്ര മനോഹരമായിട്ടാണ് ആ ആന പ്രൊട്ടക്റ്റ് ചെയ്ത് നോക്കൂ. കാരണം 2 വലിയ ഫീമെയിൽ ആനകളും ഒരു കുട്ടിക്കൊമ്പനും ചെറിയ വേറൊരു ആനയുള്ളത്. നോക്കിക്കേ, നമ്മൾ വണ്ടി അവരുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അവർ കറക്റ്റായിട്ട് അവരെ ആ ഒരു കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു സീൻ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. നമ്മളീ കാണുന്ന വിഷ്വൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ക്രൂരതയുള്ളൊരു വിഷ്വലാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ കാട്ടുപട്ടി വൈൽഡ് ഡോഗ്സ് ഒരു മാനിനെ ജീവനോടുകൂടി തിന്നുന്നൊരു വിഷ്വലാണ്. പൊതുവേ മറ്റുള്ള ജീവികൾ, നമ്മുടെ കടുവ, പുള്ളിപ്പുലി അല്ലെങ്കിൽ സിംഹങ്ങളൊക്കെ ഇരയെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊന്നിട്ടാണ് ആഹാരമായിട്ട് ഭക്ഷിക്കുന്നത്. എന്നാൽ വൈൽഡ് ഡോഗ്സ് നേരെ തിരിച്ചാണ്, ജീവനോടുകൂടി തന്നെ അവയെ
ആക്രമിച്ച് തിന്നുന്ന സ്വഭാവക്കാരാണ്. കാഴ്ചയിൽ ഇവർ നമ്മുടെ നാട്ടുപ്രദേശത്തൊക്കെ പട്ടികളെ പോലെ ഇരിക്കണമെങ്കിലും ഇവർ ഭയങ്കര ക്രൂരന്മാരാന്ന് പറഞ്ഞില്ലേ. നമുക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ വിചാരിക്കും പാവങ്ങൾ ഭയങ്കര സൈലൻ്റായിട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മാനിനെ കൊന്നു നിന്നിട്ട് അവർ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നൊരു മൂവ്മെൻറ്റാണ് ഇപ്പോൾ കിട്ടിയത്. ഞാൻ പറഞ്ഞില്ലേ, പിടിക്കുന്ന മാനുകളെ ആണെങ്കിലും ചെറിയ മ്ലാവുകളൊക്കെ ആണെങ്കിലും അവരുടെ ജീവൻ പോകുന്നതിന് മുമ്പ് തന്നെ അവരുടെ കണ്ണ്, മൂക്ക്, ചെവി അല്ലെങ്കിൽ വയറിൻ്റെ അടിഭാഗങ്ങളൊക്കെ കടിച്ച് പറിച്ച് അവയുടെ ജീവൻ പോകുന്നതിന് മുമ്പ് തന്നെ തിന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരാണ് ഇവർ. ഫ്രഷ് മീറ്റാണ് ഇവർക്ക് ഇഷ്ടം, അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇത് കാടിൻ്റെ നിയമങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ഇച്ചിരി വിഷം വരുന്ന കാഴ്ചകളൊക്കെ ആയിരുന്നു അത്. ഫ്രണ്ട്സ്, നമുക്ക് അടുത്തതായിട്ട് സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് റെഡ് ഹെഡഡ് വൾച്ചറയാണ്. മലയാളത്തിൽ ഇതിനെ പറയുന്നത് കാതില കഴുകൻ എന്നാണ് പറയുന്നത്. പല സ്ഥലങ്ങളും പല പേരിലാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ബേഡും കൂടിയാണിത്. ഇതിനെ പല സ്ഥലങ്ങളും പല പേരിലാണ് അറിയപ്പെടുന്നത് പറഞ്ഞായിരുന്നു. ഏഷ്യൻ രാജാ കഴുകൻ, പോണ്ടിച്ചേരി കഴുകൻ, കഴുകരാജൻ, അങ്ങനെ ഒരുപാട് പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. എന്തായാലും നമുക്കിതിനെ കാണാൻ ഒരു ഭാഗ്യമുണ്ടായിരുന്നു. കാരണം അതുപോലെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ബേഡും കൂടിയായിരുന്നു ഇത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കബനിയിലെ ഈ ഒരു ജംഗിൾ സഫാരിയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്. നിങ്ങളും ഇതുപോലെയുള്ള യാത്രകൾ പങ്കെടുക്കാൻ ശ്രമിക്കുക. ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വിഷ്വൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട് മുൻ വീഡിയോയിലൊക്കെ. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും കയറി കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.